നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എഴുതി തയ്യാറാക്കിയ ചോദ്യാവലികൾ, നിരവധി ചോദ്യങ്ങൾ, ഉത്തരം എന്താകും അതാണ് അറിയേണ്ടത്. എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളും തീയതികളിലാണ് രാഹുലിനെ ചോദ്യം ചെയ്യുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പേരൂർക്കട അഗസ്ത്യ ഗസ്റ്റ് ഹൗസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യുന്നത്. നാളെയും മറ്റന്നാളും ഇവിടെ തന്നെയായിരിക്കാം ചോദ്യം ചെയ്യൽ. അങ്ങനെയെങ്കിൽ രാഹുൽ ഇവിടെ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോടതിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഇനി ഈ ചോദ്യം ചെയ്യലിനിടയിൽ അറസ്റ്റിനുള്ള സാധ്യത വളരെ നിർണായകമാണ്. അതിനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ അറസ്റ്റ് ചെയ്താൽ എന്താണ് പാലിക്കേണ്ട നടപടികളെന്ന് കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് അറസ്റ്റിനുള്ള ഈ ഒരു ചോദ്യം ചെയ്യലിനിടെ അറസ്റ്റിലേക്ക് നയിക്കപ്പെടുകയാണെങ്കിൽ ഒരിക്കലും വീണ്ടും ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അറസ്റ്റ് തടഞ്ഞതുകൊണ്ട് അത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി അല്ലെങ്കിൽ അറസ്റ്റിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത്തരത്തിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ തന്നെ 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടണമെന്ന് കോടതി നിർദ്ദേശമുണ്ട്. എല്ലാ 2ാം ശനിയാഴ്ചയും രാവിലെ 10നും 11നും ഇടയിൽ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാകണം. അതിജീവിതയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഫ്ലാറ്റിലെത്തി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പരാതിക്കാരി. ആ ഫ്ലാറ്റിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്തായാലും നിർണായകമായ ചോദ്യം ചെയ്യൽ, നിർണായകമായ മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അടുത്ത ഘട്ടമാണ്. ഈ ഒരു ലൈംഗിക ശേഷി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഘട്ടങ്ങളുമുണ്ട്. ചോദ്യം ചെയ്യലിനിടെയാണോ അതോ ചോദ്യം ചെയ്തതിനു ശേഷമാണോ വൈദ്യ പരിശോധനയ്ക്കും മറ്റുമൊക്കെ നയിക്കുന്നത് എന്നതും ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും 10 മണിയോടെയാണ് രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയത്. അതീവ രഹസ്യമായിട്ടുള്ള നീക്കമായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ അതും കണ്ടെത്തി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയ വിവരമൊക്കെ അറിഞ്ഞു. അതീവ രഹസ്യമായിട്ടാണ് MLA വാഹനം ഉപേക്ഷിച്ചിട്ടാണ് ഒരു സ്വകാര്യ വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിനായി അടൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പക്ഷേ ചോദ്യം ചെയ്യലിന് എത്തിയതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് AIG G പൂങ്കുഴലിയാണ്. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. 1.5 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം രാഹുലിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. രാഹുലിനെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് കോടതി അനുമതി നൽകിയിരുന്നു. വൈകാതെ രാഹുലിന്റെ മെഡിക്കൽ പരിശോധന നടത്തും. രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനായി 3 ദിവസത്തേക്ക് ഹാജരാകണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നു. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. യുവതിയും രാഹുലും തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു. യുവതി സ്വമേധയാ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കുകയായിരുന്നുവെന്നും വിലയിരുത്തലാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത മറ്റു 2 ബലാത്സംഗ കേസുകളിലും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതേസമയം എന്തൊക്കെ കാരണങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. കോടതി ഒരുപാട് വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു MLA ആണ്, രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്, അപ്പോൾ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ സാധ്യതയുണ്ട്, ജീവന് ഭീഷണിയാണ്. ഇത്തരത്തിലുള്ള ശക്തമായ വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും എന്തുകൊണ്ടാണ് ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയതെന്നത് ഒരു ചോദ്യം തന്നെയാണ്. അതിന് കാരണം ഹൈക്കോടതിയുടെ നിർണായകമായ ചില പരാമർശങ്ങളും കണ്ടെത്തലുകളുമാണ്. അത് വ്യക്തമായി നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. അതായത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ, രാഹുലും പരാതിക്കാരിയും തമ്മിലുണ്ടായത് ഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്നത് അത്തരത്തിലുള്ള ബന്ധമാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ ബന്ധം തകരുമ്പോൾ എങ്ങനെയാണ് അതൊരു ബലാത്സംഗ ആരോപണമായിട്ട് ഉയർത്തുക? അത് ശരിയല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. മാത്രമല്ല, ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിച്ചത് പരാതിക്കാരിയുടെ സമ്മതത്തോടെ ആയിരുന്നു. ആ സമ്മതം ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ ഉണ്ടായതാണോ എന്ന കാര്യം കേസിന്റെ വിചാരണ വേളയിലാണ് തെളിയേണ്ടതെന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. 2025 ജനുവരിയിലാണ് പ്രതിയും പരാതിക്കാരിയും പരിചയത്തിലാവുന്നതും അടുക്കുന്നതും. ജനുവരി ഒടുവിൽ പ്രതിയുടെ പാലക്കാട്ടെ ഫ്ലാറ്റിലെത്തി പരാതിക്കാരി 2 ദിവസം താമസിച്ചു. മാർച്ചിൽ പ്രതി പരാതിക്കാരിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി. മാർച്ച് പകുതിയോടെയും പ്രതി പരാതിക്കാരിയുടെ വീട്ടിലെത്തി. ഈ സമയത്ത് തങ്ങൾ തമ്മിലുള്ള അടുപ്പം ആരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദ്യം ചെയ്ത് മാത്രമല്ല ബലമായി നഗ്ന ചിത്രങ്ങൾ പകർത്തിയെന്നാണ് പരാതിക്കാരി പറയുന്നത്. പിന്നീട് ഏപ്രിൽ ഒടുവിൽ തന്റെ
തന്റെ താമസ സ്ഥലത്ത് വെച്ച് ഒട്ടേറെ തവണ ലൈംഗിക ആക്രമണത്തിന് വിധേയയാക്കിയെന്നാണ് പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മെയ് മാസം ഒടുവിൽ ഹർജിക്കാരന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ പോയി 2 ദിവസം താമസിച്ചുവെന്നും പരാതിക്കാരി പറഞ്ഞിട്ടുള്ള കാര്യം കോടതി ചൂണ്ടിക്കാട്ടി. 1 മാസം മുൻപുണ്ടായ സംഭവത്തിൽ മാനസികമായി വളരെയേറെ തകർന്നിരുന്നുവെന്ന് പറയുന്ന പരാതിക്കാരി 1 മാസത്തിനുള്ളിൽ സ്വമേധയാ രാഹുലിന്റെ ഫ്ളാറ്റിലെത്തി അവിടെ താമസിച്ചു എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമായി തോന്നുന്നുവെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അവിടെ വെച്ചും ലൈംഗിക ആക്രമണം ഉണ്ടായെന്നും എന്നിട്ടും അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചെന്നോ അല്ലെങ്കിൽ തന്നെ തടഞ്ഞു വെച്ചെന്നോ അവകാശപ്പെടാതെ പരാതിക്കാരി 2 ദിവസം കൂടി ആ ഫ്ളാറ്റിൽ തന്നെ തുടർന്നു. ഇതും കോടതി ചൂണ്ടിക്കാണിച്ചു. പ്രഥമ ദൃഷ്ട്യാ ഇത് കാണിക്കുന്നത് ഇരുവർക്കുമിടയിലുള്ളത് ഉഭയകക്ഷി ബന്ധമായിരുന്നു എന്നാണ്. അക്കാര്യങ്ങൾ വിചാരണയിലാണ് തെളിയേണ്ടത്. മാത്രമല്ല, ഈ ശാരീരിക ബന്ധത്തിന് സന്നദ്ധയല്ലായിരുന്നുവെങ്കിൽ വിവാഹിതയും പക്വതയുമുള്ള ഒരു സ്ത്രീ ഹർജിക്കാരനെ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കുകയും അയാളുടെ പാലക്കാടുള്ള ഫ്ളാറ്റിലേക്ക് ഇടയ്ക്കിടെ പോയി അവിടെ താമസിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും കോടതി വ്യക്തമാക്കുന്നു. ഈ സമയത്തൊന്നും പരാതികൾ നൽകിയിട്ടില്ല. മാത്രമല്ല, പ്രതിയും പരാതിക്കാരിയും തമ്മിലും പരാതിക്കാരിയും 2ാം പ്രതിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളും സൂചന നൽകുന്നത് ഏപ്രിൽ ഒടുവിലും മെയ് ഒടുവിലും ഉണ്ടായത് ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധം തന്നെയായിരുന്നു എന്നാണ്. ഒരു ബന്ധത്തിനുള്ളിൽ ഉഭയസമ്മത പ്രകാരമുണ്ടായ ലൈംഗിക ബന്ധങ്ങളെല്ലാം ആ ബന്ധം മോശമാകുമ്പോൾ ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇത്തരത്തിൽ ബന്ധം മോശമായി കഴിയുമ്പോൾ ബലാത്സംഗ ആരോപണം ഉയരുന്ന സംഭവങ്ങൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയതാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇരുവരും തമ്മിലുണ്ടായിരുന്ന ലൈംഗിക ബന്ധം പരാതിക്കാരി ആരോപിക്കുന്നത് പോലെ അവരുടെ സമ്മതമില്ലാതെ നടന്ന ഒന്നാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. കേസിലെ 2ാം പ്രതി നൽകിയ ഗുളിക കഴിച്ചാണ് പരാതിക്കാരി ഗർഭചിത്രം നടത്തിയതെന്ന് തർക്കമില്ലാത്തതാണ്. എന്നാൽ 1ഉം 2ഉം പ്രതികൾ തന്നെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയും ഭീഷണിപ്പെടുത്തിയുമാണ് ഇത് ചെയ്യിച്ചതെന്നാണ് പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന ചാറ്റുകളും കോടതി മുൻപാകെ സമർപ്പിച്ചിരുന്നു. ഗർഭം തുടർന്നുകൊണ്ട് പോകുന്നതിൽ പ്രതിക്ക് താല്പര്യമില്ല എന്നതും പരാതിക്കാരിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും ചാറ്റിലുണ്ട്. പക്ഷെ പരാതിക്കാരി ഗർഭചിത്രത്തിന് സമ്മതിക്കുന്നതായ സൂചന 2ാം പ്രതിയുമായുള്ള ചാറ്റിൽ കാണാം. ഗർഭചിത്രത്തിനുള്ള ഗുളിക പരാതിക്കാരി തന്നെ ആവശ്യപ്പെട്ടതും താനുള്ള സ്ഥലം വ്യക്തമാക്കുന്നതും 2ാം പ്രതിയിൽ നിന്ന് മരുന്ന് വാങ്ങിയെന്നതും ചാറ്റിൽ വ്യക്തമാണ്. പരാതിക്കാരി സ്വമേധയാ മരുന്ന് കഴിച്ചു എന്നാണ് പ്രഥമ ദൃഷ്ട്യാ കിട്ടുന്ന സൂചനയെന്നും കോടതി പറയുന്നു. BNS 89 പ്രതിക്കെതിരെ ചുമത്തണമെങ്കിൽ ഇക്കാര്യം സ്ത്രീയുടെ സമ്മതമില്ലാതെ ചെയ്യണമായിരുന്നു. ആ സമ്മതമുണ്ടായത് പരാതിക്കാരി പറയുന്നത് പോലെ ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ മറ്റെന്തെങ്കിലും സ്വാധീനത്താലോ ആണോ എന്ന് തെളിയേണ്ടത് വിചാരണ ഘട്ടത്തിലാണെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, സമാനമായ വിധത്തിൽ പ്രതി മറ്റ് സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമണം നടത്തിയിട്ടുണ്ടെന്നും മറ്റ് 3 FIRകൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചില്ല. കോടതി മുമ്പാകെയുള്ള കുറ്റകൃത്യത്തിന് ശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ് അവ. അതുകൊണ്ട് തന്നെ ക്രിമിനൽ പശ്ചാത്തലം പറയാൻ പറ്റില്ല. ഒരു കുറ്റകൃത്യത്തിൽ ആരോപണ വിധേയനായ വ്യക്തിയുടെ ധാർമ്മിക ഗുണങ്ങളോ അല്ലെങ്കിൽ അതില്ലാത്തതോ അയാൾക്കെതിരെ കോടതിയിലുള്ള കേസിന് നിയമസാധുത നിശ്ചയിക്കാനുള്ള മാനദണ്ഡമാക്കരുതെന്നും പറഞ്ഞാണ് ഉപാധികളോട് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. രാഹുൽ ഈ മാസം 16 മുതൽ 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും ഫോണും പാസ്പോർട്ടും സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട്. രാഹുലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കസ്റ്റഡിയിലുള്ളതായി കണക്കാക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിർണായകമായ ചോദ്യം ചെയ്യൽ, അതിനിടയിൽ മറ്റൊരു നിർണായക നീക്കം കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 3ാം ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ രഹസ്യ മൊഴി എടുത്തിരിക്കുകയാണ്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു മൊഴിയെടുപ്പ്. അതിജീവിത വിദേശത്തെ ഇന്ത്യൻ എംബസിയിൽ എത്തിയാണ് മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയത്. ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഉപയോഗിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.